അവസ്ഥയാണുള്ളത്. അങ്ങയുടെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു ഓഫീസുണ്ട് നമ്മുടെ തലസ്ഥാനത്ത്, സെക്രട്ടേറിയറ്റിന്റെ മുമ്പില്, ഭരണസിരാ കേന്ദ്രത്തില്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നില് ഇവിടുത്തെ ജൻസികൾ പുല്ല് തിന്നുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അങ്ങ് ഒരു തവണ കേരളത്തിലേക്ക് വരണം. ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി അങ്ങ് വയനാട്ടിലേക്ക് വന്നില്ലെങ്കിലും ഒരു തവണ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാല് കേരളത്തിലെ ജൻസികള് 100% സാക്ഷരതയുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജൻസികള് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തുന്നതും മുട്ടിലെഴയുന്നതും പുല്ലുവാരി തിന്നുന്നതും മണ്ണ് വാരി തിന്നുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് അതുകൂടി ഇവിടെ വന്ന് കാണണം. അതുകൂടി ഇവിടെ വന്ന് കണ്ടിട്ട് പാറ്റയോ പല്ലിയോ പഴുതാരയോ ആരെയാന്ന് വെച്ചാല് കേരളത്തിലേക്ക് കൂടി പറഞ്ഞു വിടണം. കാരണം എന്താണ്, ഇത്തരം സാഹചര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് ഇവിടെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം ഏതാണ്ട് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം 2 ലക്ഷത്തിനോടടുത്താണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അധോലോകമുണ്ട്, ഒരു ഗുണ്ടാ സംഘമുണ്ട്, ഒരു അധോലോകത്തെ വിളിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് പുറത്തറിയില്ല. ആ അധോലോകത്തിന്റെ കേരളത്തിലെ പേര് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. ആ അധോലോകത്തിന് ഒരു തലവനുണ്ട്. ആ അധോലോകത്തിന്റെ തലവന് ഒരു മാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 4,10,000 രൂപയാണ്. ആ അധോലോകത്തിലെ ബാക്കി അംഗങ്ങൾക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് മാസം ശമ്പളം എണ്ണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തും ഈ തരത്തിലുള്ള അധോലോക സംഘങ്ങളില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾക്കകത്ത് 8-10 അംഗങ്ങൾ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 21 അംഗങ്ങളുള്ളത്. ഈ 21 അംഗങ്ങളെ നിയമിക്കുന്നത് ഏതാണോ ഭരണകക്ഷി, ആ ഭരണകക്ഷിക്കകത്തുള്ള അവരുടെ കൂട്ടുകക്ഷികളെല്ലാം കൂടി ചേർന്നിട്ട് ഓരോ കക്ഷിക്ക് ഇത്ര എന്ന് വെച്ച് വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ വീതം വെപ്പിന്റെ അടിസ്ഥാനത്തില് ഇവിടെ നിയമനം നടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു വർഷം കേരളത്തിലെ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 15,000-നോടടുത്താണ്. അതായത് കേരളത്തിൽ ഓരോ വർഷവും നടക്കുന്ന നിയമനവും 15,000-നോടടുത്ത് മാത്രമാണ് നിയമനം നടക്കുന്നത്. ഈ 15,000 പേരെ നിയമിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 21 അംഗ ഗുണ്ടാ സംഘത്തെ അല്ലെങ്കിൽ അധോലോക സംഘത്തിനെ നമ്മുടെ ടാക്സ് പേയേഴ്സിന്റെ മണി എടുത്തിട്ട് നമ്മൾ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതരുത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകക്ഷികളെല്ലാം കൂടി ചേർന്ന് നിയമിക്കുന്നു. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് UDF വരുന്ന സമയത്ത് അവരുടെ കൂട്ടുകക്ഷികളെല്ലാം കൂടി ചേർന്ന് നിയമിക്കുന്നു. ഇതൊരു കൂട്ടുകക്ഷി സംവിധാനമായിട്ട് ഈ കൊടിയ അഴിമതി, ഈ കൊടിയ ദൂർത്തിലൂടെ നടക്കുന്നത് കൊണ്ട് പരസ്പര സഹകരണ സംഘങ്ങളായിട്ട് ഈ 2 പാർട്ടികളും അല്ലെങ്കിൽ 2 മുന്നണികളും ചേർന്ന് കേരളത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് 2 പേരോടും പറയാനുള്ളത്, നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് പാറ്റയുടെ പഴുതാരയുടെയൊക്കെ മുഖം മൂടിയിട്ട് സമരം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ഒരു മുഖം മൂടിയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് സമരം ചെയ്യാൻ വരാൻ ഒരു മുഖം മൂടിയുടെ ആവശ്യമില്ല. ഞങ്ങൾക്കെതിരെ സമരം ചെയ്ത ആരെയും ഞങ്ങളുടെ യുവജന സംഘടനകളെ ഉപയോഗിച്ച് ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താനും ആരുടെയും ജീവൻ രക്ഷിക്കാനും പോയിട്ടില്ല. പറയുന്നത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ യുവതികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു പരാതി മാത്രമാണ് എന്തെങ്കിലും ഒരു തരത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം, പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന അഴിമതി. അതിനകത്ത് സഖാവിന് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മാർക്കിടുക. സഖാവിന് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ജയിലിൽ ഇടാത്തത് ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ. അതിന് മാർക്കിടാതെ വിട്ടു എന്നുള്ളത് അയാളുടെ ഭാഗ്യം എന്നുള്ള. സാധാരണഗതിയിൽ അയാളെ പിടിച്ച് കുനിച്ചു നിർത്തി ജയിലിൽ കൊണ്ടിടേണ്ടുന്നതാണ്. എന്തോ ഭാഗ്യം അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോ ആ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയിൽ നടന്ന ക്രമക്കേട്, അതിന്റെ അഴിമതി മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 100-ലധികം സമാനമായിട്ടുള്ള പരാതികൾ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ നടത്തിയിരിക്കുന്ന 100-ലധികം പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ രാജ്ഭവനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് അദ്ദേഹം പോവുകയാണ്. PSC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് നിയമിക്കുവാനോ അദ്ദേഹത്തിന് നേരിട്ട് പിരിച്ചുവിടുവാനോ സാധിക്കുകയില്ല. പക്ഷെ ഭരണഘടനാപരമായിട്ട് ഏത് തരത്തിലാണോ അതിനകത്ത് മുന്നോട്ട് പോകേണ്ടത് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് നാണക്കേടാണ്.
ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു PSCയെ പിരിച്ചുവിടാൻ പോകുന്ന, ചെയർമാനെ വീട്ടിൽ പറഞ്ഞു വിടാൻ പോകുന്ന ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംജാതമാകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അത് കേരളത്തിന് നാണക്കേടാണ്. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് മാത്രം കാര്യങ്ങളെ കൊണ്ടുപോവുക, മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് മാത്രം ഭരിക്കുക. എന്താ മുസ്ലിം ലീഗ് നിങ്ങളോട് ഇനി നിയമനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി പാണക്കാട് തറവാട്ടിൽ നിന്ന് പറഞ്ഞാൽ മാത്രമേ PD സതീശൻ ഇവിടെ നിയമനം നടത്തൂ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്കറിയില്ല. കാരണം പാണക്കാട് തറവാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ദേ മാതരം മുഴുവനായി പാടരുത്. അതുകൊണ്ട് PD സതീശൻ ഇവിടെ പാടില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരവരുടെ മുഖ്യമന്ത്രിമാരെ അഭിമാനത്തോടുകൂടി, DK ശിവകുമാറൊക്കെ വലിയ അഭിമാനത്തോടുകൂടി നെഞ്ചു പിരിച്ചു നിന്ന് വന്ദേ മാതരം പൂർണ്ണമായി പാടുന്ന സമയത്ത് ഇവിടെ മാത്രം ഹലാലാക്കി മാറ്റിയ വന്ദേ മാതരം പാടാൻ വേണ്ടിയിട്ട് PD സതീശൻ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണ്. പാലക്കാട് തറവാടിൽ നിന്നുള്ള ആജ്ഞ അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഓച്ഛാനിച്ച് നിന്ന് അനുസരിക്കുന്നതാണ്. ഇനി പാലക്കാട് തറവാട്ടിൽ നിന്ന് പറഞ്ഞാലേ PD സതീശൻ ഇവിടെ നിയമനം നടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാലക്കാട് തറവാട്ടിലേക്ക് മാർച്ച് നടത്താം. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല, ഞങ്ങൾക്ക് മടിയുമില്ല പാലക്കാട് തറവാട്ടിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആരും എന്തായാലും അവിടെ ഓച്ഛാനിച്ച് നിന്നുമല്ല ജീവിക്കുന്നത്. അപ്പൊ PD സതീശനോട് പറയാനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, അടിയന്തരമായിട്ട് യുവാക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. തൂഫാൻ എന്നും പൂക്കി എന്നും ഒക്കെ പറഞ്ഞ് ഓരോ PR പേരും ഇട്ടിട്ട് PR പണിയെടുത്ത് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നതല്ലാതെ കേരളത്തിലെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ, PSC നിയമനങ്ങളിൽ ഉൾപ്പെടെ, മറ്റു വിഷയങ്ങളിൽ ഉൾപ്പെടെ, യുവാക്കൾ നേരിടുന്ന മറ്റു വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള പരിഹാരങ്ങളും ഈ കഴിഞ്ഞ 100 ദിവസമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇത് ഇനിയും ഇങ്ങനെ തുടർന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രതിപക്ഷം പോലെ ആയിരിക്കില്ല. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ VD സതീശ, നിങ്ങൾ ഇനി വീട്ടിൽ കയറില്ല എന്നുള്ള കാര്യം ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് വേണ്ടി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം. പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. യുവമോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കളെ ലഹരിക്കടിമകളാക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള വഴിവിട്ട ബന്ധം ഏറ്റുപറഞ്ഞ് മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ വസതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ച സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ലക്ഷോപലക്ഷം തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ PSCയിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതി കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ കാത്തു നിൽക്കുമ്പോൾ അംഗീകാരമില്ലാത്ത പാർട്ടിയുടെ കീഴിലുള്ളവർക്ക് മാത്രം നിയമനം നൽകുന്ന PSC നിയമന അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും ലഹരി മാഫിയ സംഘങ്ങളുമായി ഭരണസമിതിക്കും ഭരണപക്ഷത്തിനുമുള്ള ബന്ധങ്ങൾ ഏറ്റുപറഞ്ഞ് രാജിവെക്കുക എന്നുള്ള ലക്ഷ്യം എന്ന ചോദ്യം ചെയ്തുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ച സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച്